നെറ്റിപ്പട്ടം ചാർത്തിയ ഗജവീരന്റെ തലയെടുപ്പിലും പ്രൗഢിയിലും ഭാരതത്തിൽ ഒരുങ്ങുന്നു റഷ്യൻ ഭീമൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഭാരതത്തിൽ വന്നപ്പോൾ മുതൽ രാജ്യത്തിന് നേട്ടങ്ങളുടെ പെരുമഴയാണ് എന്ന് തന്നെ പറയണം. വാർത്ത ഞാൻ വിശദമാക്കാം. പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം. 2025 ഡിസംബറിൽ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ സന്ദർശനത്തെ തുടർന്ന് ഇന്ത്യയും റഷ്യയും വലിയ ചർച്ചകളിലാണ്. ഇപ്പോൾ എന്തിനു വേണ്ടിയുള്ള ചർച്ചകളാണ് എന്നത് പറഞ്ഞുതരാം. റഷ്യൻ ഭീമനായ IL-114-300 ടർബോ പ്രോപ്പ് വിമാനങ്ങളുടെ സംയുക്ത നിർമ്മാണത്തെക്കുറിച്ചാണ് ചർച്ചകൾ ചൂടുപിടിച്ച് നടക്കുന്നത്. അതെ, IL-114-300 ടർബോ പ്രോപ്പ് എയർക്രാഫ്റ്റ് റഷ്യയുടെ ആധുനികവൽക്കരിച്ചതും പൂർണ്ണമായും ആഭ്യന്തരമായി ഉപയോഗിക്കാവുന്നതുമായ പ്രാദേശിക ടർബോ പ്രോപ്പ് വിമാനമാണ് ഇല്യൂഷൻ IL-114-300. എന്തിനാണ് ഇപ്പോൾ ഇങ്ങനൊരു വിമാനം നമുക്ക് ആവശ്യം? ഇപ്പോഴുള്ള വിമാനങ്ങൾ പോരെ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുള്ള മറുപടി പറഞ്ഞു തരാം. അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾക്കാണ് പ്രധാനമായും ഈ ഭീമൻ വിമാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് പാതയൊന്നുമില്ല, അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ പാതയുള്ള എയർഫീൽഡുകൾ, അതുപോലെ തന്നെ ആർട്ടിക് പോലെയുള്ള സ്ഥലങ്ങളിൽ വിന്യസിക്കാൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇവ പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ ഉപയോഗിക്കുന്ന രാജ്യത്തിന് വളരെ അധികം ഗുണകരമാണ്. പഴയ സോവിയറ്റ് കാലഘട്ടത്തിൽ വിമാനങ്ങൾക്ക് പകരമായി അത്യാധുനികമായ ഡിജിറ്റൽ ഏവിയോണിക്സും ഇതിലെ ക്ലിമോവ് എഞ്ചിനുകളും മികച്ച പ്രകടനമാണ് നൽകുന്നത്. എന്താണ് ക്ലിമോവ് എഞ്ചിൻ? പരിശോധിക്കാം. ക്ലിമോവ് എന്നത് ഒരു റഷ്യൻ വിമാന എഞ്ചിൻ നിർമ്മാണ കമ്പനിയാണ്. വിവിധ തരം എയർക്രാഫ്റ്റുകൾക്കും ഹെലികോപ്റ്ററുകൾക്കും വേണ്ടിയുള്ള അത്യാധുനിക ടർബോജെറ്റ്, ടർബോ ഷാഫ്റ്റ് എഞ്ചിനുകൾ നിർമ്മിക്കുന്നതിൽ ഈ കമ്പനി പ്രശസ്തമാണ്. അതുപോലെ തന്നെ റഷ്യയിൽ നിർമ്മിക്കുന്ന 95% ഹെലികോപ്റ്ററുകളുടെ എഞ്ചിനുകളും നിർമ്മിക്കുന്നത് ഈ പറഞ്ഞ ക്ലിമോവ് ആണ്. ഇന്ത്യയിലേക്ക് പല രാജ്യങ്ങളും എഞ്ചിൻ തരാൻ തയ്യാറായി മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ കടുത്ത ഒരു മത്സരമാണ് കണ്ടുവരുന്നത്. കടുത്ത മത്സരമുള്ള ഈ ഒരു സാഹചര്യത്തിലും ഇന്ത്യയുടെ ഈ ഒരു നീക്കം റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിലും അതുവഴി ഭാരതത്തിന്റെ വളർച്ച കൈവരിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് എന്നത് എടുത്തു തന്നെ പറയണം. അതായത് ഇത്തരത്തിലൊരു പദ്ധതി നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിരോധ കയറ്റുമതി വർദ്ധിക്കുകയും ഉഭയകക്ഷി പ്രതിരോധ ബഹിരാകാശ സഹകരണം കൂടുതൽ ആഴത്തിലാവുകയും ചെയ്യുമെന്നതാണ്. ഇതൊക്കെ ഇനി എന്ന് നടക്കാനാണ് എന്ന് ചിന്തിച്ചോ? എന്നാൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ രാജ്യം മുണ്ട് മടക്കി കുത്തി ഇറങ്ങിയാൽ ഒരു കാര്യം വിജയിപ്പിക്കാതെ തിരിച്ചു കയറുമെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും റഷ്യയുടെ യുണൈറ്റഡ് എയർക്രാഫ്റ്റ് കോർപ്പറേഷനും ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അതായത് കാര്യങ്ങളെല്ലാം വളരെ വേഗത്തിലാണ് നീങ്ങുന്നത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ആധുനിക ഏവിയോണിക്സ്, മെച്ചപ്പെട്ട ഇന്ധനക്ഷമത, പ്രാദേശിക പ്രവർത്തനങ്ങൾക്കുള്ള മെച്ചപ്പെട്ട പ്രകടനം എന്നീ കാര്യങ്ങളാണ് IL-114-300 എന്ന ഈ വിമാനത്തിന്റെ മുഖമുദ്ര. ഇനി ഈ വിമാനത്തിന്റെ പ്രത്യേകതകൾ പറയുകയാണെങ്കിൽ 64 യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ശേഷിയാണ് ഇവയ്ക്കുള്ളത്. അതുപോലെ തന്നെ 1000 കിലോമീറ്ററിൽ കൂടുതലുള്ള റേഞ്ചും ഇവയ്ക്കുണ്ടെന്നതാണ്. നമ്മുടെ ഇന്ത്യയിലെ ബംഗളൂരുവിലോ അതുമല്ലെങ്കിൽ നാസിക്കിലോ ഒരു പുതിയ ഉൽപാദന ലൈൻ സ്ഥാപിക്കാനാണ് സാധ്യത കാണുന്നത്. ഈ ഒരു നിർമ്മാണ ലൈൻ ഇന്ത്യയിൽ വരുന്നതോടുകൂടി ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിയായ റഷ്യ ഇന്ത്യയെ അതിന്റെ പ്രതിരോധ വികസന കഴിവുകളിൽ കൈപിടിച്ച് മുകളിലേക്ക് ഉയർത്തുമെന്നതിൽ സംശയമില്ല. അത്തരത്തിലുള്ള സാങ്കേതിക കൈമാറ്റ വ്യവസ്ഥകളാണ് ധാരണാപത്രത്തിൽ പറഞ്ഞിരിക്കുന്നത്.